കഴിഞ്ഞ ഓവർ വളരെ ഭംഗിയെ പന്തെറിഞ്ഞിരുന്നു. എടുക്കുന്നു. അയ്യപ്പന്റെ വിക്കറ്റ് നഷ്ടമാകുന്നു റെന്നിയുടെ ബൗളിംഗിൽ. രണ്ടാമത്തെ വിക്കറ്റാണ് റെന്നി നേടുന്നത്. ആദ്യ പന്ത് ലെഗ് സൈഡിലേക്ക് ഒരു ഷോട്ട് ഫീൽഡർ ഉണ്ട്. വീണ്ടും റെന്നി ഇന്ന് വിക്കറ്റുകൾ നേടിയെടുക്കുന്നു AZന് വേണ്ടി. മത്സരം ആവേശത്തിലേക്ക്. ബാറ്റർ സിദ്ധി. ഗ്രീൻ ബോൾഡ് ഫറാസിന്റെ നല്ലൊരു തുടക്കമാണ് റെഡ് സ്റ്റാർസിന് ലഭിച്ചിരിക്കുന്നത്. നല്ലൊരു ഫൈറ്റ് മത്സരം, നല്ലൊരു ആവേശകരമായ തുടക്കമാണ് ലഭിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓവർ ബൗൾ ചെയ്തു കുംഭാരി. സ്ട്രൈക്കിൽ ഫിലിപ്പ് ഒരു സിംഗിൾ റണ്ണോടി പൂർത്തിയാക്കുന്നു. കൊമ്പന്മാരായ 8 കൊമ്പന്മാർ പങ്കെടുത്ത നോക്കൌട്ട് ടൂർണമെന്റിന്റെ ഫൈനലാണെന്ന റെഡ് സ്റ്റാർസും AZ ക്ലീനിംഗ് കമ്പനിയും തമ്മിലുള്ള വാശിയേറിയ ഫൈനൽ മത്സരം. ലഭിച്ച AZ ക്ലീനിംഗ് ബാറ്റിംഗ് തിരഞ്ഞെടുത്തിരിക്കുന്ന ആദ്യ ഓവറിലെ മൂന്നാമത്തെ ബോൾ. സ്ട്രൈക്കിൽ ലിപ്പോ. ശരി മത്സരമാണ്. ലോങ്ങോണിലേക്ക് ഒരു ഷോട്ട്, ഒരു സിംഗിൾ പൂർത്തിയാക്കുന്നു. സൺഡേ സൂപ്പർ അണിയിച്ചൊരുക്കുന്ന 218ാമത് ടൂർണമെന്റാണിത്. ഫിലിപ്പ് കുംഭാരി. വമ്പൻ താരങ്ങൾ അണിനിരക്കുന്ന ഒരു അത്യുജ്വല ഫൈനൽ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. ആദ്യ ഓവറിൽ അവസാന ബോൾ ബൗൾ ചെയ്തു കുംഭാരി. സ്ട്രൈക്കിൽ ഫിലിപ്പ്. വീണ്ടും ഒരു ഡോട്ട് ബോൾ. രണ്ടാമത് റെഡ് സ്റ്റാറിന് വേണ്ടി ബൗൾ ചെയ്യാനെത്തിരിക്കുന്നു രഞ്ജിത്ത് വള്ളി. സ്ട്രൈക്കിൽ ലിബു. ശക്തമായ കാറ്റ് ഇന്ന് അനുഭവപ്പെടുന്നു. മത്സര ഫലത്തെ കാറ്റ് ബാധിക്കുമോ നമുക്ക് കാത്തിരിക്കാം. ടോസ് ലഭിച്ച ബാറ്റിംഗ് തെരഞ്ഞെടുത്ത AZ ക്ലീനിങ്ങിന് വേണ്ടി ലിബു. സ്ട്രൈക്കിൽ ആദ്യ ബോൾ ചട്ടിക്കുന്നു ഫീൽഡർ. ഫീൽഡേഴ്സിനും എത്തിപ്പിടിക്കാൻ കഴിയുന്നില്ല. ആദ്യ ബൗണ്ടറി നേടുന്നു AZ ക്ലീനിങ്. രണ്ടാമത്തെ ബോൾ ലോങ് ഓഫിലേക്ക് ഒരു ഷോട്ട് ഫീൽഡറുണ്ട്. ഒരു സിംഗിൾ നേടുന്നു. സ്ട്രൈക്കിലെത്തുന്നു ലിപ്പോ. ക്ഷമിക്കണം ഫിലിപ്പ്. രഞ്ജിത്ത് വള്ളി അടുത്ത ബോൾ. ലോങ് ഓണിലേക്ക് ഒരു ഷോട്ട് ഫീൽഡർ. ഒരു സിംഗിൾ പൂർത്തിയാക്കുന്നു. സ്ട്രൈക്കിലെത്തുന്നു ലിപ്പോ. നല്ല മനോഹരമായ ഒരു ബൗളിംഗുമായി രഞ്ജിത്ത് വള്ളി റെഡ് സ്റ്റാറിന് വേണ്ടി. ഒരു ഫ്രീ ഹിറ്റ് ലഭിച്ചിരിക്കുന്നു AZ ക്ലീനിങ്ങിന്. സ്ട്രൈക്കിൽ ലിപ്പോ. രഞ്ജിത്ത് വള്ളി ബൗൾ ചെയ്യുന്നു ഫ്രീ ഹിറ്റിലൂടെ. ഒരു 6 നേടുമ്പോൾ നമുക്ക് കാത്തിരിക്കാം. അടുത്ത പന്ത് നല്ലൊരു ബൗളിംഗുമായി തിരിച്ചു വരുന്നു രഞ്ജിത്ത് വള്ളി. ഒരു സിംഗിൾ മാത്രമാണ് ഫ്രീ ഹിറ്റ് ബോളിൽ നേടാൻ കഴിഞ്ഞത്. സ്ട്രൈക്കിലെത്തുന്നു ഫിലിപ്പ്. വീണ്ടും ശക്തമായ ഒരു ബൗളിംഗുമായി രഞ്ജിത്ത് വള്ളി. മൂന്നാമത്തെ ഓവറിലെ ആദ്യ ബോൾ. സ്ട്രൈക്കിൽ ബൗൾ ചെയ്യുന്നു കുംഭാരി. ആദ്യ പന്ത് മനോഹരമായ ഒരു ബൗളിംഗുമായി റെഡ് സ്റ്റാർസിന് വേണ്ടി കുംഭാരി. സൂപ്പർ ബൗളിംഗുമായി റെഡ് സ്റ്റാർ മിനി തിളങ്ങുന്നു. സ്ട്രൈക്കിൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്നില്ല. പന്തിൽ 6 നേടുമ്പോൾ ലിബു നമുക്ക് കാത്തിരിക്കാം. 2 ഡോട്ട് ബോളുകൾക്ക് ശേഷം ഒരു സിംഗിൾ പൂർത്തിയാക്കുന്നു. സ്ട്രൈക്കിലെത്തുന്നു ഫിലിപ്പ്. സൺഡേ സൂപ്പറിന്റെ വാശിയേറിയ ഫൈനൽ മത്സരം കണക്ട് ആവുന്നുള്ള ഫിലിപ്പിന്റെ വീണ്ടും കുംഭാരി. നല്ലൊരു ബൗളിംഗ് റെഡ് സ്റ്റാർസിന് വേണ്ടി. ഉയർത്തിട്ടിരിക്കുന്നു ഫീൽഡർ രഞ്ജിത്ത് വള്ളി. നല്ലൊരു ക്യാച്ച് എടുക്കുന്നു രഞ്ജിത്ത് വള്ളി. ലിബു പുറത്താകുന്നു കുംഭാരിയുടെ ബൗളിംഗിൽ. നല്ലൊരു തുടക്കമാണ് റെഡ് സ്റ്റാർസിന് ലഭിച്ചിരിക്കുന്നത്. നല്ലൊരു ബൗളിംഗ് ആണ് ഓപ്പണിംഗ് സ്പെല്ല് കുംഭാരി എൻ്റെ രഞ്ജിത്ത് വള്ളി കാഴ്ചവെക്കുന്നത്. ന്യൂ ബാറ്റർ അർഫാൻ ക്രിസിലെത്തുന്നു AZ ക്ലീനിങ്ങിന് വേണ്ടി. ഒരു ഹാർഡ് ഹിറ്റർ ബാറ്ററാണ്. കുംഭാരിക്കെതിരെ ആദ്യ പന്ത് തന്നെ 6 അടിച്ച് തുടങ്ങുമോ നമുക്ക് കാത്തിരിക്കാം.
നേരിടുന്ന ആദ്യ പന്ത്. ഒരു മുതൽ ഷോട്ടിൽ ശ്രമിക്കുന്നു. ഡോട്ട് ബോൾ. നല്ലൊരു ബൗളിംഗുമായി കുമ്പാരെ. 3 ഓവർ പിന്നിടുമ്പോൾ AZ ക്ലീനിങ് 11 റൺസാണ് എടുത്തിരിക്കുന്നത്. ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 4ാമത്തെ ഓവർ ബോൾ ചെയ്യാനെത്തിരിക്കുന്നത് രഞ്ജിത് വള്ളി. രഞ്ജിത് വള്ളിയുടെ ആദ്യ ബോൾ സ്ട്രൈക്കിൽ ലിബോ. ഒരു ഷോട്ട് ഓഫ് ഫീൽഡർക്ക് മിസ്സാവുന്നു. ഒരു സിംഗിൾ പൂർത്തിയാക്കുന്നു. സ്ട്രൈക്കിൽ അത് അർഫാൻ. ശക്തമായൊരു ബൗളിംഗ് ആണെന്ന റെഡ് സ്റ്റാർസിന് വേണ്ടി കുമ്പാരിയും രഞ്ജിത് വള്ളി ഉയർത്തിട്ടിരിക്കുന്നു. ഫീൽഡറിന് കൈകളിൽ ഒതുക്കുന്നു. നല്ലൊരു ക്യാച്ച്. വീണ്ടും 2 വിക്കറ്റുകൾ നഷ്ടമാകുന്നു. AZ ക്ലീനിങ്ങിന് വേണ്ടി ന്യൂ ബാറ്റർ ഷാക്കി. ബൗൾ ചെയ്തു രഞ്ജിത് വള്ളി. പന്ത് ഓഫിലേക്ക് ഒരു ഷോട്ട്, ഒരു സിംഗിളോടെ പൂർത്തിയാക്കുന്നു. വീണ്ടും ഉയർത്തിട്ടിരിക്കുന്നു. വീണ്ടും ഒരു വിക്കറ്റ് കൂടി നഷ്ടമാകുന്നു. രഞ്ജിത് വള്ളി ഓവറിൽ തുടരെ 2 വിക്കറ്റുകൾ എടുക്കുന്നു. ലിബു ഔട്ടായി പുറത്തേക്ക്. കഴിഞ്ഞ പന്തിൽ അർഫാൻ ഔട്ടായിരുന്നു. തുടരെ 2 വിക്കറ്റുകൾ ഈ ഓവറിൽ കരസ്ഥമാക്കുന്നു. നല്ലൊരു തുടക്കമാണ് റെഡ് സ്റ്റാർസിന് ലഭിച്ചിരിക്കുന്നത്. അർഫാന രഞ്ജിത് വള്ളിയുടെ ബൗളിംഗിൽ സനു തമ്പി പിടിച്ച് പുറത്താക്കിയിരുന്നു. ജിത്തുവാണ് ലിബുവിൻ്റെ ക്യാച്ച് എടുത്തത്. രഞ്ജിത് വള്ളിയുടെ ബൗളിംഗ് നല്ലൊരു ക്യാച്ചായിരുന്നു. 4 ഓവർ ആകുമ്പോഴേക്കും 3 വിക്കറ്റുകൾ നഷ്ടമായിരിക്കുന്നു AZ ക്ലീനിങ്ങിന്. ന്യൂ ബാറ്റർ എത്തിയിരിക്കുന്നു ആമീൻ. അപകടകാരിയായ ഒരു ബാറ്ററാണ്. പക്ഷേ ഇത് കൃത്യതയാർന്ന ബൗളിങ്ങിന് മുന്നിൽ AZ ക്ലീനിങ്ങിന് പിടിച്ചു നിൽക്കാൻ സാധ്യമാകുന്നില്ല. മാത്രമല്ല അന്തരീക്ഷം കൂടി എതിരാണെന്ന്. അതിശക്തമായ കാറ്റാണ്. പ്രതികൂലമാകുന്നു AZ-ന്. നല്ലൊരു ബൗളിംഗ്. രഞ്ജിത് വള്ളി ഈ ഓവർ 2 വിക്കറ്റ് നേടിയ ബൗളറാണ്. 15 ഓവർ മത്സരമാണ്. ആദ്യം 16 നിശ്ചയിച്ചത്. സമയത്തിന്റെ പരിമിതി ഒരു ഓവർ വെട്ടി ചുരുക്കിയിരിക്കുന്നു. 4ാമത്തെ ഓവറിലെ 5ാമത്തെ ബോൾ. നല്ലൊരു ബൗളിംഗ്. പവർ പ്ലേ അവസാനിക്കുമ്പോൾ AZ ക്ലീനിങ് 3 വിക്കറ്റ് നഷ്ടത്തിൽ 13 റൺസ് മാത്രമാണ് നേടിയിരിക്കുന്നത്. വീണ്ടും ബൗൾ ചെയ്യുന്നു കുമ്പാരി. ആദ്യ ബോളിൽ ഷാക്കിയുടെ നല്ലൊരു ഷോട്ട്. ഫീൽഡറിന്റെ ഒരു ഡൈവിംഗ് ക്യാച്ച്. നല്ലൊരു സൂപ്പർ ക്യാച്ചുമായി മിനി തിളങ്ങുന്നു റെഡ് സ്റ്റാർസിന്റെ ഫീൽഡേഴ്സ്. 4ാമത്തെ വിക്കറ്റ് 5ാമത്തെ ഓവറിൽ ആദ്യ പന്തിൽ. ബൗണ്ടറിയിൽ നിന്ന് ഓടി അങ്ങ് ഡൈവ് ചെയ്ത് അത്യുജ്വല ക്യാച്ചിലൂടെ നല്ലൊരു പ്രകടനം റെഡ് സ്റ്റാർസിന് വേണ്ടി ഷിജിൻ. ടെന്നീസ് ക്രിക്കറ്റിലെ ചില ബാറ്ററാണ് കാശ്യപ്. ഒറ്റയാനായി കളി തിരിക്കാൻ കെൽപ്പുള്ള ഒരു ബാറ്റർ. നേരിടുന്ന ആദ്യ പന്ത്. ഒഴിവാക്കി വിടുന്നു. ഒരു വൈഡ് സിഗ്നൽ അമ്പയർ. ശ്രമിക്കുന്നു. ഡോട്ട് ബോൾ. നല്ല കൃത്യതയാർന്ന ബൗളിംഗുമായി കുമ്പാരെ. ക്ലീനിങ്ങിനെതിരാണ്. കളിയുടെ രസം കൊല്ലിയായി അതിശക്തമായ കാറ്റനുഭവപ്പെടുന്നു. കുമ്പാരിയുടെ അടുത്ത ബോൾ. വീണ്ടും മനോഹരമായ കൃത്യമായ ഒരു ബൗളിംഗുമായി റെഡ് സ്റ്റാർസിന് വേണ്ടി കുമ്പാരി. വീണ്ടും ഒരു ചേഞ്ചർ ബൗളിംഗിലൂടെ കബളിപ്പിക്കപ്പെടുന്നു ബാറ്റർ റമീൻ. ഫീൽഡ് ചെയ്യുന്നു അയ്യപ്പൻ. റെഡ് സ്റ്റാർസിന് വേണ്ടി വിക്കറ്റ് കീപ്പർ ചിതു ക്യാപ്റ്റൻ ചെയ്യുന്നു. വീണ്ടും തുടരെ ഡോട്ട് ബോളുകൾ കൊണ്ട് കൃത്യതയാർന്ന ബൗളിംഗുമായി കുമ്പാരെ. 5 ഓവർ പിന്നിടുമ്പോൾ AZ ക്ലീനിങ് 4 വിക്കറ്റ് നഷ്ടത്തിൽ 16 റൺസ്. ഇന്ന് ബൗളേഴ്സിന്റെ ദിനമാണ്. കുമ്പാരെ രഞ്ജിത് വള്ളി സ്പെല്ലിൽ കൃത്യതയാർന്ന ബൗളിംഗുമായി സ്ട്രൈറ്റിലേക്ക് ഒരു ഷോട്ട്, സിംഗിൾ നേടുന്നു.
ഫീൽഡ് റൺഔട്ടിന് സാധ്യതയുണ്ട്. ക്യാച്ച് വിട്ട് കളഞ്ഞിരുന്നു. രണ്ട് ഫീൽഡേഴ്സും തമ്മിലുള്ള ഒരു ആശയക്കുഴപ്പത്തിൽ പക്ഷേ റൺഔട്ടിന് സാധ്യതയുണ്ട്. ശക്തമായ റബ്ബിയിലാണ് നടക്കുന്നത്. ശക്തമായ അപ്പീലാണ് റൺഔട്ടിന് വേണ്ടി നടന്നത്. പക്ഷെ അമ്പയർ അനുവദിച്ചിട്ടില്ല. വിക്കറ്റിന്റെ സ്റ്റാൻഡിൽ കൊണ്ടു എന്ന കാരണത്താലാണ് ഔട്ട് അനുവദിക്കാത്തത്. സ്റ്റെമ്പിനല്ല, സ്റ്റാൻഡിനാണ് കൊണ്ടു എന്ന കാരണം പറഞ്ഞ് അമ്പയർ ഔട്ട് അനുവദിച്ചിട്ടില്ല. കളി തുടരുന്നു. അമ്പയർ ഡിസിഷൻ നോട്ട് ഔട്ട്. ഒരു ശക്തമായ അപ്പീൽ അതിജീവിച്ചുകൊണ്ട് ബാറ്റർ റമീൻ നോൺ സ്ട്രൈക്കിൽ കാശിഫ്. അടുത്ത ബോളില ഫീൽഡ് ചെയ്യുന്നു. റൺഔട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നു രഞ്ജിത്ത് വള്ളി. നല്ലൊരു ബൗളിംഗുമായി കൃത്യതയോടെ പന്തെറിയുന്നു രഞ്ജിത്ത് വള്ളി. സൈക്കിൾ കാശിഫ്. ശക്തമായ കാറ്റ് പ്രതികൂലമാകുന്നു. കാറ്റിനെതിരെ ഒരു ഷോട്ട് ഫീൽഡ് ചെയ്യുന്നു. ഒരു സിംഗിൾ റൺ. സ്ട്രൈക്കിലെത്തുന്നു ഹമീദ്. തട്ടിക്കുന്നു. ഫീൽഡർ എത്തുന്നു. പക്ഷേ അവസരം നഷ്ടമാകും. റെഡ് സ്റ്റാർസിന് വേണ്ടി ബൗൾ ചെയ്യാനെത്തിയിരിക്കുന്നു അഖിൽ ഭാസ്കർ. 6 ഓവർ പിന്നിടുമ്പോൾ എസെറ്റ് ക്ലീനിങ് 4 വിക്കറ്റ് നഷ്ടത്തിൽ 20 റൺസ്. ആദ്യ പന്തില്ല ഷോട്ടിൽ ശ്രമിക്കുന്നു. ഡോട്ട് ബോൾ. ശക്തമായ ഒരു ബൗളിങ്ങിലൂടെ ഇന്ന് റെഡ് സ്റ്റാർസ് നിറഞ്ഞാടുന്ന മത്സരമായി മാറുന്നു ഈ ഫൈനൽ. സൺഡേ സൂപ്പർ ഫൈനൽ. ഓഹോ, നല്ലൊരു കാച്ചിലൂടെ വീണ്ടും ഷീജൻ. തുടരെ വിക്കറ്റുകൾ നഷ്ടമാകുന്നു. അഖിലിന്റെ ആദ്യ ഓവറിൽ തന്നെ ഒരു വിക്കറ്റ് കൂടി കരസ്ഥമാക്കുന്നു. റെഡ് സ്റ്റാർസ് ഈ ഫൈനലിൽ പിടിമുറുക്കുന്നു. ശക്തമായ ഒരു ബൗളിംഗുമായി റെഡ് സ്റ്റാർസ്. നല്ലൊരു ക്യാച്ചാണ് ജിത്തു അഖിലിന്റെ പന്തിൽ എടുത്തത്. ജിത്തുവിന്റെ ക്യാച്ചിലൂടെ അമീൻ പുറത്തായിരുന്നു. നോ ബാറ്റർ റെനിൻ. ആദ്യ പന്ത് ഒഴിവാക്കി വിടുന്നു. മനോഹരമായ ഒരു ബൗളിംഗുമായി അഖിൽ. ബാറ്റർ റെനി. നല്ലൊരു യോർക്കർ ബോള. ഒരു സിംഗിൾ നേടുന്നു. സ്ട്രൈക്കിലെത്തുന്നു കാശിഫ്. അഖിലിനെതിരെ 6 നേടുമോ? അഖിൽ വിക്കറ്റ് എടുക്കുമോ? നല്ലൊരു ബൗളിംഗ്. വീണ്ടും ശക്തമായ ബൗളിംഗ് നിരയുമായി റെഡ് സ്റ്റാർസ് നിറഞ്ഞാടുന്നു. മനോഹരമായ ബൗളിംഗ്. ഒരു സിംഗിൾ നേടുന്നു. സ്ട്രൈക്കിൽ റെനി. അടുത്ത ബോൾ. ഓ, ഡോട്ട് ബോൾ. നല്ലൊരു ബൗളിംഗ്. വരുന്ന ബൗളേഴ്സ് എല്ലാം വളരെ കൃത്യമായി പന്തെറിയുന്നു. എസെറ്റ് ക്ലീനിങ്ങിന്റെ ബാറ്റേഴ്സിന് ഒരു അവസരം പോലും കൊടുക്കാതെ കൃത്യമായ ബൗളിംഗുമായി ജിത്തു. അടുത്ത ബോൾ. സ്ട്രൈക്കിൽ കാശിഫ്. ഫീൽഡ് ചെയ്യുന്നു. ഓരോ ഡോട്ട് ബോൾ. റൺ നേടാൻ സാധിക്കുന്നില്ല ജിത്തുവിന്റെ 3 പന്തുകളിൽ. വീണ്ടും ജിത്തുവിന്റെ കൃത്യതയ്ക്ക് മുന്നില്ല. കാശിഫ് വീണുപോകുന്നു. ഒറ്റ റൺ പോലും നേടാൻ സാധിക്കുന്നില്ല. വീണ്ടും ബാറ്ററുടെ വീക്ക്നെസ് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി പന്തെറിയുന്നു ജിത്തു. സൂപ്പർ ഫൈനലിന്റെ ഈ മത്സരത്തിൽ റെഡ് സ്റ്റാർസ് ബൗളേഴ്സ് പിടിമുറുകുന്നു. 8 ഓവർ പിന്നിടുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ വെറും 23 റണ്ണാണ് എസെറ്റ് നേടിയിരിക്കുന്നത്. ഓ, റെനിന്റെ ഒരു സ്കൂപ്പ് ഷോട്ട്. പന്ത് ബൗണ്ടറിയിലേക്ക്. ആദ്യ പന്തിൽ ഒരു ബൗണ്ടറി നേടി നുറങ്ങി. അടുത്ത പന്ത് ഒരു ഫുൾ ടോസ് ബോളോ ഫീൽഡർക്ക് നേരെയായിരുന്നു. പക്ഷേ കൈകൾ ഒതുക്കാൻ സാധിച്ചില്ല. ഒരു സിംഗിൾ നേടുന്നു. സ്ട്രൈക്കിലെത്തുന്നു കാശിഫ്. ഒരു ചേഞ്ചറിന് ശ്രമിക്കുന്നു. ഒരു കൂറ്റൻ ഷോട്ട്. 6 നേടുന്നു കാശിഫിന്റെ ബാറ്റിൽ നിന്ന്. നേരത്തെ സൂചിപ്പിച്ചിരുന്നു അപകട ബാറ്ററാണെന്ന്. വീണ്ടും ഒരു കൂറ്റൻ ഷോട്ട് സ്ട്രൈറ്റിലോട്ടാ.
കൂട്ടരെ 3 ബൗണ്ടറികൾ നേടുന്നു അഖിൽ ഭാസ്കറിന്റെ ബൗളിംഗിനെതിരെ കാശിഫ്. ഘട്ടകാറ്റിയായി മാറുന്നു കാശിഫ്. ഷോട്ട് പൂർത്തിയാക്കുന്നു. സ്ട്രൈക്കിലെത്തുന്നു. സിംഗിൾ. റൺഔട്ടിന് സാധ്യതയുണ്ട്. എന്തൊരു ത്രോ ഇത്! അഖിൽ ഭാസ്കറിന്റെ ശക്തമായൊരു ത്രോ. ഭാസ്കറിനെതിരെ 3 ബൗണ്ടറികൾ നേടിയ ബാറ്റർ കാശിഫിന് അഖിൽ തന്നെ നല്ലൊരു ത്രോയിലൂടെ റൺഔട്ട് ആക്കിയിരുന്നു കഴിഞ്ഞ ഓവറിൽ. ആദ്യ ബോൾ ജിത്തുവിന്റെ മനോഹരമായ ബൗളിംഗ്. ജിത്തു ബൗൾ ചെയ്യുന്നു. വീണ്ടും കൃത്യമായി പന്തെറിഞ്ഞു പോകുന്നു റെഡ് സ്റ്റാർസിന്റെ ഓരോ ബൗളേഴ്സും. ജിത്തുവിന്റെ കൃത്യമായ ബൗളിംഗ് അല്ല, റെനിക്ക് സ്കോർ നേടാൻ സാധിക്കുന്നില്ല. റെഡ് സ്റ്റാർസ് തുടക്കം മുതൽ നേടിയ ആധിപത്യം ഇപ്പോഴും പുലർത്തുന്നു. ലെഗിലേക്ക് ഒരു ഷോട്ട് ഫീൽഡറുണ്ട്. ബൗണ്ടറിയിലേക്ക് അച്ചെടുത്തുകൊണ്ട് റെനി ഔട്ടായി പുറത്തേക്ക്. ജിത്തുവിന്റെ ബൗളിംഗില് സൺഡേ സൂപ്പർ ടൂർണമെന്റ് ഇത് 218ാമത് ടൂർണമെന്റ് ആണ്. അതിന്റെ ഫൈനലിൽ ക്ലീനിങ്ങിന് ഒരു ബാറ്റിംഗ് തകർച്ച. ന്യൂ ബാറ്റർ എത്തുന്നു സാലി. ബൗൾ ചെയ്യുന്നു ജിത്തു. സ്ട്രൈക്കിൽ ന്യൂ ബാറ്റർ സാലിയുടെ ആദ്യം പന്ത് ബൗണ്ടറിയിലേക്ക്. ഫീൽഡർ അയ്യപ്പൻ ഒരു 4 നേടുന്നു. സാലി നേരിട്ട് ആദ്യ പന്തിൽ തന്നെ. വീണ്ടും നല്ലൊരു ബൗളിംഗുമായി ജിത്തു. നല്ലൊരു ഷോട്ട് സാലിയുടെ ബാറ്റിൽ നിന്ന് സ്ട്രൈറ്റിലോട്ട്. വീണ്ടും മിസ്സായി പോകുന്നു. വീണ്ടും ഒരു ബൗണ്ടറി വരുന്നു ഈ ഓവറിൽ സാലിയുടെ ബാറ്റിൽ നിന്ന്. റെഡ് സ്റ്റാർസിന് വേണ്ടി 11ാമത്തെ ബോൾ. ഫറാസിന്റെ ആദ്യ ബോൾ സ്ട്രൈക്കിൽ. ഹാരിസ് ഡോട്ട് ബോൾ. 10 ഓവർ പിന്നിടുമ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ 58 റൺസാണ്. സ്ട്രൈക്കിൽ ഹാരിസ് പയ്യോളി. ഫറാസ് ബോൾ ചെയ്യുന്നു. വീണ്ടും ഒരു ഡോട്ട് ബോൾ. റെഡ് സ്റ്റാർസ് ആധിപത്യം പുലർത്തുന്നു. വീണ്ടും ഫറാസ് ബൗളിംഗ്. ഒരു ശക്തമായ ഷോട്ട് ഹാരിസിന്റെ ബാറ്റിൽ നിന്ന്. ഫീൽഡർ ജിത്തു. ജിത്തു കൈകളിൽ ഒതുക്കുന്നു. അനായാസ ക്യാച്ചുമായി. വീണ്ടും ഒരു വിക്കറ്റ് നഷ്ടമാകുന്നു ക്ലീനിങ്ങിന്. ഹാരിസ് പയ്യോളിയുടെ വിക്കറ്റ്. ക്ലീനിങ്ങിന് വേണ്ടി ന്യൂ ബാറ്റർ മുസ്തഫ. വീണ്ടും ഒരു ഡോട്ട് ബോൾ. ഫറാസിൻ. മുസ്തഫ അതിന് മറുപടി കൊടുക്കുന്നു. നല്ലൊരു ബൗളിംഗ്. നല്ലൊരു ഡിഫൻഡ് ചെയ്യുന്നു മുസ്തഫ. അഖിൽ ബൗൾ ചെയ്യുന്നു. ശ്രമിക്കുന്നു സാലി. ഒരു ഡോട്ട് ബോൾ. നല്ലൊരു ബൗളിംഗുമായി അഖിൽ ഭാസ്കർ. അഖിലിന്റെ പന്തല്ല. സിംഗിൾ നേടുന്നു സാലി. സ്ട്രൈക്കിൽ എത്തുന്നു മുസ്തഫ. സൺഡേ സൂപ്പർ ഫൈനലിന്റെ ഈ മത്സരത്തിൽ റെഡ് സ്റ്റാർസിന്റെ കൃത്യതയാർന്ന ബൗളിംഗിന് മുന്നിൽ തകർന്നടിഞ്ഞതാണ് ബാറ്റിംഗ് നിര. മുസ്തഫ. മുസ്തഫ. വീണ്ടും ഒരു കൃത്യതയാർന്ന ബൗളിംഗുമായി അഖിൽ ഭാസ്കർ. മുസ്തഫ സാലി കൂട്ടുകെട്ടിന് രക്ഷപ്പെടുത്താൻ സാധിക്കും. ഒരു സിംഗിൾ മാത്രമാണ് നേടാനാകുന്നത്. സ്ട്രൈക്കിലെത്തുന്നു സാലി. അഖിലിന്റെ ബൗളിംഗിൽ ഒരു ക്യാച്ചിന് സാധ്യതയുണ്ട്. ഷിജിൻ ക്യാച്ച് എടുത്തുകൊണ്ട് സാലിയും ഔട്ടാകുന്നു. നിറഞ്ഞാടുന്നു റെഡ് സ്റ്റാർസിന്റെ ബൗളേഴ്സ്. ശക്തമായ പിന്തുണ കൊടുക്കുന്നു ഫീൽഡേഴ്സ്. റെഡ് സ്റ്റാർസിന് വേണ്ടി വീണ്ടും ബോൾ ചെയ്യാനെത്തുന്നു ഫറാസ്. സ്ട്രൈക്കിൽ മുസ്തഫ. ആദ്യ പന്ത് ഫീൽഡറുണ്ട്. റൺ നേടാൻ സാധിക്കുന്നില്ല. മുസ്തഫ ഒരു സിംഗിൾ നേടുന്നു. സ്ട്രൈക്കിൽ ന്യൂ ബാറ്റർ സിദ്ധി. ഗ്രീൻ ബോൾഡ്. ഫറാസിന്റെ ബൗളിംഗിൽ അടുത്ത വിക്കറ്റ് നഷ്ടമാകുന്നു. സൺഡേ സൂപ്പർ ഫൈനലിന്റെ ഏറ്റവും മോശപ്പെട്ട ഒരു സ്കോർ എന്ന് വേണം ഇതിനെ പറയാൻ. 61 റൺസ് എടുക്കുമ്പോഴേക്ക് ക്ലീനിങ്ങിന്റെ എല്ലാ ബാറ്റർമാരും കൂട്ടാരം കയറുന്നു. റെഡ് സ്റ്റാർസ്
സ്റ്റാർസിന്റെ ശക്തമായ ബൗളിംഗിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ എസ്സെറ്റ് തകർന്നടിയുന്നു. സൺഡേ സൂപ്പർ അണിയിച്ചൊരുക്കുന്ന 218ാമത് ടൂർണമെന്റ് ആണിത്. വമ്പന്മാരായ 8 ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിൽ ഫൈനൽ കളിക്കുന്നു റെഡ് സ്റ്റാർസ് ആൻഡ് എസ്സെറ്റ് ക്ലീനിംഗ്. എസ്സെറ്റ് ഒരുമിച്ച് കൂട്ടുന്നു. 61 റൺസാണ് നേടിയതെങ്കിലും ഇവിടെ ഒരു ബൗളിങ്ങിന് അനുകൂലമായ അന്തരീക്ഷമാണ്. ഇന്ന് ശക്തമായ കാറ്റുണ്ട്. റെഡ് സ്റ്റാർസിന് 62 വിജയലക്ഷ്യം. ഓപ്പൺ ചെയ്യുന്നു സാനു ആൻഡ് ഷിജിൻ. എസ്സെറ്റ് ക്ലീനിങ്ങിന് വേണ്ടി ആദ്യ ഓവർ എറിയാനെത്തുന്നു ഹാരിസ് പയ്യോളിയുടെ രാജമാണിക്യം. സ്ട്രൈക്കിൽ സാനു ഒരു ഫുൾ ടോസ് ബോൾ. ആദ്യ പന്ത് തന്നെ ബൗണ്ടറിയിലേക്ക് ഒരു സിക്സുമായി മത്സരം നേരിട്ട് ആദ്യ പന്ത് തന്നെ സിക്സർ നേടിയിരുന്നു. രണ്ടാമത്തെ ബോൾ ഡോട്ട് ബോൾ. റെഡ് സ്റ്റാർസിന് ശക്തമായൊരു ബാറ്റിംഗ് നിര തന്നെയുണ്ട്. അയ്യപ്പൻ, അഖിൽ, ഭാസ്കർ, ഉമ്പാരി തുടങ്ങി ഒപ്പം ചെയ്തിരിക്കുന്നു സാനു. മൂന്നാമത്തെ ബോൾ ഒരു വൈഡ് സിഗ്നൽ അമ്പയർ. ആദ്യ പന്ത് തന്നെ സിക്സർ നേടിയിരുന്നു. ഓവറിലെ നാലാമത്തെ ബോൾ നല്ലൊരു ബൗളിംഗുമായി. സൺഡേ സൂപ്പർ ഫൈനൽ അനായാസം റെഡ് സ്റ്റാർസ് നീട്ടുമോ അതോ ശക്തമായ ബൗളിംഗുമായി എസ്സെറ്റ് കളി പിടിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. വീണ്ടും ഒരു ഡോട്ട് ബോൾ. ആദ്യ ബോൾ സിക്സ് വഴങ്ങിയതിന് ശേഷം മാർട്ടിസിന്റെ ശക്തമായൊരു തിരിച്ചു വരവ്. സ്ട്രൈക്കിൽ സാനു ലെഗ് സൈഡിലേക്ക് ഒരു ഷോട്ട്. സിംഗിൾ നേടുന്നു. സെറ്റിന് വേണ്ടി വിക്കറ്റ് കീപ്പർ ഷാക്കി. സ്ട്രൈക്കിലെത്തുന്നു ഷിജിൻ. ഓവറിൽ അവസാന ബോൾ. ഹാരിസിന്റെ ബോളിലോ സ്ട്രൈക്കിലേക്ക് ഷോട്ട്. 4 നേടുന്നു ഷിജിന്റെ ബാറ്റിൽ നിന്ന്. ആദ്യ ഓവർ പിന്നിടുമ്പോൾ 12 റൺസ്. വിക്കറ്റ് നഷ്ടം കൂടാതെ സാലിയുടെ അടുത്ത ബോൾ ലെഗ് സൈഡിലേക്ക് ഒരു ഷോട്ട്. ഒരു സിംഗിൾ നേടുന്നു. സ്ട്രൈക്കിലെത്തുന്നു ഷിജിൻ. അടുത്ത് വന്ന് ബൗണ്ടറിയിലേക്ക് സാലിയുടെ നല്ലൊരു മനോഹരമായ ബൗളിംഗ് ആയിരുന്നു. പക്ഷെ അതിവിദഗ്ധമായി ഷിജിൻ അതില്ല ബൗണ്ടറി നേടുന്നു. ശക്തമായ ബൗളിംഗുമായി എസ്സെറ്റിന് ഒരു തിരിച്ചുവരവ് സാധ്യമാകുമോ അതോ റെഡ് സ്റ്റാർസ് ഏകപക്ഷീയ വിജയത്തിലേക്ക് കടക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. രണ്ടാമത്തെ ഓവറായിട്ടുള്ള മത്സരം. സാലിയുടെ ബൗളിംഗ്, ഷിജിൻ സ്ട്രൈക്കിൽ. നല്ല മനോഹരമായ ഒരു ബൗളിംഗ്. ബോൾ ചെയ്യുന്നു. ലെഗിലേക്ക് ഷിജിന്റെ ബാറ്റിൽ നിന്ന് ഒരു സിക്സ് പിറക്കുന്നു റെഡ് സ്റ്റാർസിന്റെ വേണ്ടി. സൺഡേ സൂപ്പറിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഫൈനലിൽ ഇത്ര ചെറിയ സ്കോറിന് ഒരു ടീം ഓൾ ഔട്ട് ആയിരിക്കുന്നത്. 62 വിജയലക്ഷ്യം. യഥേഷ്ടം റൺ നേടുന്നു റെഡ് സ്റ്റാർസ്. വളരെ അനായാസം ഷിജിന്റെ ബാറ്റിൽ നിന്നൊരു സിംഗിൾ സ്ട്രൈക്കിലെത്തുന്നു സാനു. റെഡ് സ്റ്റാർസിന്റെ വിജയലക്ഷ്യം 62. 2 ഓവർ പിന്നിടുമ്പോൾ വിക്കറ്റ് നഷ്ടം കൂടാതെ 24. മൂന്നാമത്തെ ഓവർ ബോൾ ചെയ്യാനെത്തുന്നു റെനി. ഒരു വൈഡ് ബോൾ ചെയ്യുന്നു റെനി. ഒരു ചേഞ്ചർ ബൗളിംഗ്. പക്ഷേ കീപ്പർക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കുന്നില്ല. ഷിജിൻ ഒരുപാട് കൂറ്റൻ ഷോട്ട്. ഫീൽഡറുണ്ട്. ഫീൽഡർ അനായാസം കൈകളിൽ ഒതുക്കുന്നു. ആദ്യ വിക്കറ്റ് നഷ്ടമാകുന്നു റെഡ് സ്റ്റാർസിന്. ന്യൂ ബാറ്റർ അയ്യപ്പൻ സ്ട്രൈക്കിലെത്തുന്നു റെഡ് സ്റ്റാർസിന് വേണ്ടി. അപകടകാരിയാണ്. ടെന്നീസ് ക്രിക്കറ്റിലെ റിക്കി റോസിൽ സെഞ്ചുറികൾ മാറിക്കൂട്ടുന്നത് ബാറ്ററാണ്. നേരിടുന്ന ആദ്യ പന്ത് ഡോട്ട് ബോൾ. ന്യൂ ബാറ്റർ അയ്യപ്പൻ ഒരു ഹാർഡ് ഹിറ്ററാണ്. ഡിഫൻഡ് ചെയ്യുന്നു
റെനി മനോഹരമായി പന്തെറിയുന്നു. എസ്സെറ്റിന് വേണ്ടി ഒരു വിക്കറ്റും നേടിയിരുന്നു. കൃത്യമായ ബൗളിംഗുമായ റെനി. ഓവറിൽ അവസാന ബോൾ. ബൗൾ ചെയ്യാനെത്തുന്നു സാലിഹ്. ഓവറിൽ ആദ്യ ബോൾ. സ്ട്രൈക്കിൽ അയ്യപ്പന്റെ അലർ ഷോട്ട് ലോങ് ഓഫിലേക്ക് പന്ത് ബൗണ്ടറിയിലേക്ക്. ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറി നേടുന്നു അയ്യപ്പൻ. ബോൾ വീണ്ടും ഒരു സിംഗിൾ നേടുന്നു. സ്ട്രൈക്കിൽ എത്തുന്നു സാനു. ചെയ്തു സാലിഹ്. സ്ട്രൈക്കിൽ സാനു സ്ട്രൈക്കിലോട്ട് ലോങ് ഓണിലേക്ക് ഒരു ഷോട്ട്. ഫീൽഡർ വീണ്ടും ഒരു ക്യാച്ച് എടുക്കുന്നു. രണ്ടാമത്തെ വിക്കറ്റും നഷ്ടമാകുന്നു റെഡ് സ്റ്റാർസിന്. സാനു ഔട്ടായി പുറത്തേക്ക്. നല്ലൊരു ഷോട്ടായിരുന്നു, പക്ഷേ മനോഹരമായൊരു ഫീൽഡിങ്. ലിബു എന്ന 2 ക്യാച്ചുകളാണ് ലോങ് ഓണിൽ നേടുന്നത് എസറ്റിന് വേണ്ടി. ചൊരാത്ത കൈകളാണ് ലിബുവിൻ്റെ. റെഡ് സ്റ്റാർസിന് വേണ്ടി ന്യൂ ബാറ്റർ കുംഭാരെ 31 റൺസ് എടുക്കുമ്പോഴേക്ക് 2 വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു. പക്ഷേ വിജയലക്ഷ്യം വെറും 62 മാത്രമാണ്. 3 ഓവറില്ല 31 റൺസ് എടുത്തിരിക്കുന്നു. 4ാമത്തെ ഓവറിൽ ഒരു വിക്കറ്റ് കൂടി നഷ്ടമായിരിക്കുന്നു. സാലി ബൗൾ ചെയ്യുന്നു. കുംഭാരി നേരിടുന്ന ആദ്യ പന്ത് ഒഴിവാക്കി വിടുന്നു. നല്ലൊരു ബൗളിങ് സാലിയുടെ അടുത്ത ബോൾ. നല്ലൊരു ബൗളിങ്. വീണ്ടും കൃത്യമായ ബൗളിങ്ങുമായി സാലി. എസറ്റ് കളിയിലേക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം. ടെന്നീസ് ക്രിക്കറ്റിൽ ഒരു ഹാർഡ് ഹിറ്റർ കുംഭാരി സാലിക്കെതിരെ 6 നേടുമോ? 2 പന്തുകൾ ഒഴിവാക്കി വിട്ടിരുന്നു. അടുത്ത ബോൾ. വീണ്ടും സാലി മനോഹരമായി പന്തെറിയുന്നു. 4 ഓവർ പിന്നിടുമ്പോൾ റെഡ് സ്റ്റാർസ് 2 വിക്കറ്റ് നഷ്ടത്തിൽ 32. കഴിഞ്ഞ ഓവറിൽ സാലി വെറും 1 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. ഒരു വിക്കറ്റും നേടിയിരുന്നു. 5ാമത്തെ ഓവർ ബോൾ ചെയ്യാനെത്തിയിരിക്കുന്നു റെനിയും കഴിഞ്ഞ ഓവർ വളരെ ഭംഗിയായി പന്തെറിഞ്ഞിരുന്നു. സ്ട്രൈക്കിൽ അയ്യപ്പൻ. ആദ്യ ബോൾ. റൺ നേടാൻ സാധിക്കുന്നില്ല. ഒരു ലോ സ്കോറില്ല. പന്തെറിഞ്ഞ് പിടിച്ചെങ്കിലും എസറ്റും കൃത്യമായ ഒരു ബൗളിങ്ങുമായി തിരിച്ചു വരുന്നു. 2 വിക്കറ്റുകൾ നേടിയിരുന്നു. ഒരു ബോൾ ഫീൽഡറുണ്ട്. ഒരു സിംഗിളോടി പൂർത്തിയാക്കുന്ന. സ്ട്രൈക്കിൽ അതൊന്നു കുംഭാരി. ടെന്നീസ് ക്രിക്കറ്റിൽ 10,000 മുകളിൽ റൺസുള്ള ഒരു ഹാർഡ് ഹിറ്റർ ബാറ്ററാണ് കുംഭാരി. പക്ഷേ ഇന്ന് വളരെ ശാന്തനായി കാണുന്നു. എസറ്റിന്റെ കൃത്യമായ ബൗളിങ്ങിന് മുന്നിൽ പക്വതയോടെ നേരിടുന്ന ഒരു കാഴ്ചയാണ്. സ്ട്രൈക്ക് റേറ്റ് ആവശ്യത്തിലധികമുള്ളൊരു ബാറ്ററാണ് കുംഭാരി. ഒരു സിംഗിൾ മാത്രമാണ് നേടാനാകുന്നത്. സ്ട്രൈക്കിലെത്തുന്നു അയ്യപ്പൻ. റെനി കഴിഞ്ഞ ഓവറും വളരെ ഭംഗിയെ പന്തെറിഞ്ഞിരുന്നു. അയ്യപ്പന്റെ വിക്കറ്റ് നഷ്ടമാകുന്നു. റെനിയുടെ ബൗളിങ്ങിൽ 2ാമത്തെ വിക്കറ്റാണ് റെനി നേടുന്നത് ഇന്നത്തെ ബൗളിങ്ങിൽ എസറ്റിന് വേണ്ടി. ബാറ്റർ അഖിൽ. വീണ്ടും ഒരു ഡോട്ട് ബോൾ. അർഫാൻ ബൗൾ ചെയ്യാനെത്തുന്നു. സ്ട്രൈക്കിൽ കുംഭാരി. ഒരു വൈഡ് ബോൾ. ഒരു നോ ബോൾ സിഗ്നൽ അമ്പയർ കഴിഞ്ഞ പന്ത് പിച്ചിന് പുറത്തായിരുന്നു പന്തെറിഞ്ഞത് അർഫാൻ. ഫ്രീ ഹിറ്റ് ഉണ്ട്. ഫ്രീ ഹിറ്റില്ല. കുംഭാരി അർഫാനെതിരെ 6 നേടുമോ? നല്ലൊരു ബൗളിങ്ങുമായി അർഫാൻ. കുംഭാരിക്ക് ഫ്രീ ഹിറ്റിലൊന്നും റൺ നേടാൻ സാധിക്കുന്നില്ല. കളിയുടെ രസം തുല്യായ ശക്തമായ കാറ്റുണ്ടെന്ന്. വീണ്ടും ഒരു വൈഡ് സിഗ്നൽ അമ്പയർ. ടോസ് ലഭിച്ച് ബാറ്റിംഗ് തിരഞ്ഞെടുത്ത എസറ്റിന്റെ തീരുമാനം തെറ്റായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന പ്രകടനം തന്നെയാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. 61 റൺസിന് എസറ്റ് കൂട്ടാരം കയറിയിരുന്നു. പക്ഷേ ഇപ്പോഴിതാ എസറ്റ് കൃത്യമായ ബൗളിങ്ങിലൂടെ തിരിച്ചു വരുന്നു. കുംഭാരി അടിച്ചെടുക്കുന്നു. പന്ത് ബൗണ്ടറിയിലേക്ക്.
കുമ്പാരിയുടെ ബാറ്റിൽ നിന്ന് ആദ്യ 4 വരുന്നു. റെഡ് സ്റ്റാർസിന് 3 വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു. സ്ട്രൈക്കിൽ കുമ്പാരിയുടെ ബാറ്റിൽ നിന്ന് അങ്ങ് ദൂരേക്ക് കരിപുരണ്ട കഥത്തമ്മേ മറികടന്നുകൊണ്ട് കുമ്പാരിയുടെ 6 വരുന്നു ടൂർണമെന്റിൽ. അടുത്ത പന്തിലേക്ക് കീപ്പർ കേച്ചെടുത്തുകൊണ്ട് കുമ്പാരിയുടെ വിക്കറ്റ് നഷ്ടമാകുന്നു. അർഫാൻ വിക്കറ്റ് നേടുന്നു. ഒരു 4ഉം 6ഉം അടങ്ങിയതിന് ശേഷം അർഫാന്റെ ശക്തമായൊരു തിരിച്ചു വരവ്. അർഫാന്റെ ബൗളിംഗിൽ ഷാക്കി പിടിച്ചാണ് കുമ്പാരിയുടെ വിക്കറ്റ് നഷ്ടമായത്. പക്ഷേ റെഡ് സ്റ്റാർസിന് വിജയം അടുത്തെത്തിയിരിക്കുന്നു. ന്യൂ ബാറ്റർ കഴിഞ്ഞ പന്തിൽ വിക്കറ്റ് കീപ്പർ ഷാക്കി പിടിച്ച് കുമ്പാരി പുറത്തായിരുന്നു. ന്യൂ ബാറ്റർ ബിനു ചെയ്യുന്നു. ബോൾ സൺഡേ സൂപ്പർ ഫൈനലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ചെറിയ സ്കോറിന്. ബിനുവിന്റെ ബാറ്റിൽ നിന്നൊരു ഷോട്ട് പന്ത് ബൗണ്ടറിയിലേക്ക്. ഫീൽഡ് മിസ്സാകുന്നു. ഒരു 2 റണ്ണോടി പൂർത്തിയാക്കുന്നു. സ്ട്രൈക്കിലെത്തുന്നു ബിനു. 61 റൺസിന് ഓൾ ഔട്ടായിരുന്നു. വിജയലക്ഷ്യം 62 ബിനു ഫീൽഡ് ചെയ്യുന്നു. റെനിയുടെ പന്തിൽ ഒരു സിംഗിൾ നേടിയിരുന്നു അഖിൽ ഭാസ്കർ. സ്ട്രൈക്കിൽ ബിനു വീണ്ടും റെനി. ഇന്ന് കൃത്യമായി പന്തെറിയുന്നു. ബാറ്റേഴ്സിനെ കബളിപ്പിക്കുന്ന ഒരു ബൗളിംഗ് പ്രകടനവുമായി എസ്സെറ്റിന് വേണ്ടി റെനി. സൺഡേ സൂപ്പർ ഫൈനൽ ഒരു ഷോട്ട് ഓഫിലേക്ക് ഫീൽഡർ സാല്യൂട്ട് എത്തുന്നു. സിംഗിൾ പൂർത്തിയാക്കുന്നു. സ്ട്രൈക്കിലെത്തുന്നു അഖിൽ ഭാസ്കർ. ഗ്രേറ്റ് ടെന്നീസ് ക്രിക്കറ്റിൽ ഒരു ഹാർഡ് ഹിറ്ററാണ്. ക്രിക്കറ്റ് റോസിൽ സെഞ്ചുറികളും 50കളും നിരവധി നേടിയ ഒരു ബാറ്ററാണ്. റെനി ബോൾ ചെയ്തു. റെനിക്കെതിരെ ഒരു കൂറ്റൻ ഷോട്ടിന് മുതിരുന്നു. പന്ത് ഉയർത്തിയടിക്കുന്നു. വിക്കറ്റ് കീപ്പർ കൈകളിൽ ഒതുക്കുന്ന അടുത്ത വിക്കറ്റും. ഇന്ന് റെന്നിയുടെ ഒരു ബൗളിംഗ് പ്രകടനമാണ് എസ്സെറ്റിന് വേണ്ടി. ശക്തമായ ഒരു ബൗളിംഗ്. റെഡ് സ്റ്റാർസിന് വേണ്ടി ന്യൂ ബാറ്റർ ഫറാസ്. ആദ്യ പന്ത് ലെഗ് സൈഡിലേക്ക് ഒരു ഷോട്ട്. ഫീൽഡർ ഉണ്ട്. വീണ്ടും റെന്നി ഇന്ന് വിക്കറ്റുകൾ നേടിയെടുക്കുന്നു എസ്സെറ്റിന് വേണ്ടി. മത്സരം ആവേശത്തിലേക്ക്. 62 വിജയലക്ഷ്യം. പക്ഷേ അതിലേക്ക് എത്തുമ്പോഴേക്ക് 5 വിക്കറ്റുകൾ നഷ്ടമാകുന്നു റെഡ് സ്റ്റാർസിന് വേണ്ടി. എസ്സെറ്റിന് നല്ലൊരു ബൗളിംഗ് പ്രകടനമാണ് 16ാം നമ്പറുകാരൻ റെനി ഇവിടെ കാഴ്ചവെക്കുന്നത്. ന്യൂ ബാറ്റർ ജിന്ദു ക്രിസിലെത്തുന്നു. ആവേശകരമായി മാറുന്നു മത്സരം. റെനി 4 വിക്കറ്റ് എടുക്കുന്നു. ഇപ്പോൾ തുടരെ 3 വിക്കറ്റുകൾ നഷ്ടമായിരിക്കുന്നു. ലെഗ് സൈഡിലേക്ക് ഒരു ഷോട്ട്. ജിത്തു നേരിട്ട് ആദ്യ പന്ത് തന്നെ പന്ത് ബൗണ്ടറിയിലേക്ക്. വിജയിക്കാൻ വേണ്ടത് 9 റൺസാണ് ശേഷിക്കുന്നത്. 4 വിക്കറ്റുകളാണ്. ആവേശകരമായ ഫൈനൽ മത്സരം. 62 വിജയ ലക്ഷ്യത്തിലേക്ക് ബാറ്റിംഗ് തുടങ്ങിയ റെഡ് സ്റ്റാർസിന് തുടരെ വിക്കറ്റുകൾ നഷ്ടമായി ഒരു പ്രഷർ സിറ്റുവേഷനിലേക്ക് പോകുന്നു. ഏകപക്ഷീയമായി മാറേണ്ട ഫൈനൽ മത്സരവിധ ആവേശം നിറഞ്ഞതാകുന്നു. റെനിയുടെ ബൗളിങ്ങിൽ 4 വിക്കറ്റുകളാണ് റെനി എന്ന എസ്സെറ്റിന് വേണ്ടി നേടിയത്. 10 ഷോട്ടുകളിലൂടെ ക്രീസിൽ നിറഞ്ഞാടുന്ന കളിക്കാർക്കൊന്നും തന്നെ ഇന്ന് കാര്യമായൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ബിനുവിന്റെ ബാറ്റിൽ നിന്ന് ലോങ് ഓഫിലേക്ക് നിർണായക സമയത്ത് ഒരു 6 നേടുന്നു. കളി വീണ്ടെടുക്കുന്നു റെഡ് സ്റ്റാർസ് ബിനുവിലൂടെ. ഇനി വിജയിക്കാൻ 3 റൺസാണ് വേണ്ടത്. വീണ്ടും തിരിച്ചു വരുന്നു സാലി ശക്തമായൊരു ബൗളിംഗുമായി. വേണ്ടത് 3 റണ്ണാണ്. ശേഷിക്കുന്നത് 4 വിക്കറ്റുകളും. സ്ട്രൈക്കിൽ ബിനു കഴിഞ്ഞ 6ൽ വീണ്ടും ശക്തമായി തിരിച്ചു വരുന്നു സാലി. നല്ലൊരു ബൗളിംഗുമായി ഒരു യോർക്കർ ബോളല്ല. ബിനുവിന് റൺ നേടാൻ സാധിക്കുന്നില്ല. ഒരു 6 വഴങ്ങിയതിന് ശേഷം ശക്തമായൊരു തിരിച്ചു വരവ് എസ്സെറ്റിന് വേണ്ടി സാലിയുടെ ഈ പന്തിൽ വിജയത്തിലേക്ക് റെഡ് സ്റ്റാർസിനെ കൊണ്ടുപോകുമോ ബിനു? നമുക്ക് കാത്തിരിക്കാം. അടുത്ത ബോൾ എക്സലിലേക്ക് ഒരു ഷോട്ട്. ഒരു സിംഗിളോടി പൂർത്തിയാക്കുന്നു. സ്ട്രൈക്കിലെത്തുന്നു ചിത്തു. ടെന്നീസ് ക്രിക്കറ്റിൽ
MS എന്ന ഒമ്മന പേരുള്ള ബാറ്ററാണ് ജിത്തു അഥവാ ഫിനിഷറാണ്. 2 റൺസാണ് വേണ്ടത്. ജിതുവിന്റെ ബാറ്റിലൂടെ റെഡ് സ്റ്റാർസ് ഈ ഫൈനൽ കിരീടം ചൂടുമോ? നമുക്ക് കാത്തിരിക്കാം. ഒരു സിംഗിൾ നേടുന്നു, സ്ട്രൈക്കിലെത്തുന്നു ബിനു. ആവേശകരമായ ഫൈനൽ സ്കോർ ലെവലിൽ ഇനി വിജയിക്കാൻ വേണ്ടത് റൺസാണ്. സ്ട്രൈക്കിൽ ജിത്തു ഒരു സിംഗിൾ നേടുന്നു. റെഡ് സ്റ്റാർസ് കപ്പ് ഉയർത്തുന്നു. സൺഡേ സൂപ്പർ ഫൈനലിന്റെ ആവേശകരമായ മത്സരത്തിൽ അനായാസം നേടുമെന്ന് തോന്നിച്ച ഫൈനലാണ്. പക്ഷേ റെഡ് സ്റ്റാർസിനെ റെനി ബൗളിങ്ങിലൂടെ പ്രഷർ കൊണ്ടുപോയി അവസാനം റെഡ് സ്റ്റാർസ് ബിനുവിലൂടെ വിജയം നേടുന്നു. 4 വിക്കറ്റിന്റെ വിജയം ഏറ്റുവാങ്ങുന്നു ആഷിക. റെഡ് സ്റ്റാർസിന് വേണ്ടി 4 വിക്കറ്റിന്റെ വിജയം.